ഡെലിവറൻസ്, വിടുതൽ. കഷ്ടത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർക്ക്, ദുഃഖത്തിലിരിക്കുന്നവർക്ക് ക്രിസ്തു കടന്നു വന്നാൽ അവിടെ ഒരു വിടുതലുണ്ട്. അസാധ്യമായിട്ട് ഒരു കാര്യം നമ്മുടെ ദൈവത്തിനില്ല. അസാധ്യമായിട്ട് ഒന്നുമില്ല. അസാധ്യമായിട്ട് എനിക്കൊന്നുമില്ല എന്ന് നമ്മൾ പാട്ട് പാടും, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം അസാധ്യമായിട്ട് ദൈവത്തിനൊന്നുമില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് മുമ്പിൽ കൊണ്ട് കൊടുത്താൽ പോരെ. നമ്മൾ അവിടെ ഇവിടെ എല്ലാം ഓടി നടക്കും. ഏതൊരു പ്രശ്നം വന്നാലും നമ്മൾ ആദ്യം ദൈവത്തോട് ചോദിക്കുന്നതിന് പകരം ഭൂമിയിലുള്ള സകല റിസോഴ്സസ് ഉപയോഗിക്കും. രോഗം വരട്ടെ, ആദ്യം നമ്മൾ ഡോക്ടറിൻ്റെ അടുക്കലായിട്ടേ ഓടത്തുള്ളൂ, ദൈവത്തോട് ചോദിക്കില്ല. സംശയമില്ലാതെ അത് നമുക്ക് പണത്തിന് ആവശ്യം വരട്ടെ, നമ്മൾ ദൈവത്തോട് പറയുന്നതിന് പകരം പണമുള്ള ആരുടെയും ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ട് അവരോട് ഒന്ന് ചോദിക്കാമെന്ന് വിചാരിക്കും, ഇല്ലേ? നമുക്കൊരു ദുഃഖം വരട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് ഉത്തരം തരാവുന്ന ആരെങ്കിലും മനുഷ്യരോട് തന്നെ നമ്മളെല്ലാത്തിനും ഉത്തരം ചോദിക്കും. അത് വേണോ വേണ്ട എന്നുള്ളതല്ല, ആദ്യമേ ദൈവത്തോട് ചോദിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, ദൈവം ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ദൈവം കറക്റ്റായിട്ടുള്ള ഡോക്ടറിൻ്റെ അടുക്കിലോട്ട് വിട്ടെന്നിരിക്കും. പലപ്പോഴും തൻ്റെ വചനം കൊണ്ട് തന്നെ സൗഖ്യം തന്നെന്നിരിക്കും. പക്ഷെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒരു വിടുതൽ നമുക്കുണ്ടെന്ന് ആദ്യ ബോധം വരണം. നമുക്ക് പണം ആവശ്യമുണ്ട്, പണം ചോദിക്കണമെങ്കിൽ പണം ഇല്ലാത്ത ഒരാളോട് നമ്മൾ ചെന്ന് ചോദിക്കുമോ? ഇല്ലല്ലോ. ആ ആളുടെ കാശ് കാണും എന്ന് തരാൻ മനസ്സുണ്ടെന്നും ബോധമുണ്ടെങ്കിലല്ലേ ചെന്ന് ചോദിക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ദൈവം നമുക്ക് തരാൻ മനസ്സുള്ളവനാണ്. ദൈവം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം എൻ്റെ അപ്പനാണ്. ദൈവം എൻ്റെ ആവശ്യത്തിന്മേൽ നോ പറയത്തില്ല എന്നുള്ള ഒരു ഉറപ്പാണ് നമ്മളെ ജീവിതത്തിലേക്ക് മുൻപോട്ട് നടത്തുന്നത്. നമ്മൾ ആവർത്തന പുസ്തകം 32:4 ഇത് പഴയ നിയമത്തിലെ വാക്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പുതിയ നിയമം മാത്രം എടുത്താൽ മതിയോ. പക്ഷേ പഴയ നിയമം ഫൗണ്ടേഷനാണ്. അത് വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന ഫൗണ്ടേഷനാണെങ്കിലും പുറത്തുള്ളതേ നമ്മൾ പുതിയ നിയമം കാണുന്നുള്ളൂ. എങ്കിലും പഴയ നിയമം ഇല്ലാതെ പുതിയ നിയമം നിൽക്കുന്നില്ല. ഒരു സ്ഥലത്ത് യേശു പറയുന്നുണ്ട് ഇതിനെ ഉറപ്പിക്കാൻ, ന്യായപ്രമാണത്തിനെ ഉറപ്പിക്കാൻ തന്നെയാണ് വന്നതെന്ന് പറയും. എന്നാൽ ആത്മാവ് വരുമ്പം അതിൻ്റെ കഠിനത മാറ്റുന്നുണ്ട്, അത് വേറെ കാര്യം. ഇപ്പം നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ആദ്യം വായിക്കുന്നത്. ആവർത്തന പുസ്തകം 32:4 ഇങ്ങനെയാണ്: അവൻ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുള്ളവൻ തന്നെ. ഒറ്റ വാക്യമാണ്, എന്ത് മനോഹരമാണ്. ആരാണ് അവന്? എൻ്റെ പാറ. പാറയാന്നുള്ള കാര്യത്തെക്കുറിച്ച് ദൈവം എൻ്റെ പാറയാണെന്നുള്ളത് എത്രയോ സങ്കീർത്തനങ്ങൾ 18 സങ്കീർത്തനത്തിലെ പുതിയ നിയമത്തിൽ എല്ലായിടത്തും, പഴയ നിയമത്തിൽ അവൻ പാറ എൻ്റെ കൂടെ നടന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പാറയാവുന്ന പാറയ്ക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് അചഞ്ചലമാണ്, അതിനൊരു ഉറപ്പുണ്ട്. പാറയ്ക്കുള്ളിൽ ക്രിസ്തുവാകുന്ന പാറയെന്ന് നമ്മൾ പറയുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് വിടുതൽ കിട്ടണമെങ്കിൽ ഞാൻ ഉറപ്പുള്ളിടത്തോട്ടാണ് കടന്നു ചെല്ലുന്നത്. അവൻ എൻ്റെ പാറയാണ്, അവൻ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം. ഇംഗ്ലീഷിൽ പറയുന്നത് ഹിസ് വർക്ക്സ് ആർ പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. അവൻ്റെ പ്രവൃത്തി അത്യുത്തമം എന്ന് പറയുമ്പം നമുക്കിപ്പോൾ ഒരാളോട് ഒരു സഹായം ചോദിക്കണമെങ്കിൽ ആ ചെന്ന് ചോദിക്കുന്ന ആളുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ, ഇപ്പോൾ നമുക്ക് കുറച്ച് കാശ് വേണം, നമുക്ക് 1,00,000 രൂപ വേണമെന്ന് വിചാരിക്കും. ആ 1,00,000 രൂപ നമുക്ക് കിട്ടണമെങ്കിൽ ചെന്ന് ചോദിക്കുന്ന ആ വ്യക്തി സ്വഭാവ ദൂഷ്യമുള്ളവനാണെങ്കിൽ അയാൾ മിസ്യൂസ് ചെയ്യും, സംശയമില്ല. അങ്ങനെയാണല്ലോ പല സിനിമകളും ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം അത്യുത്തമമായിട്ടും പെർഫെക്റ്റായിട്ടും പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. നമുക്ക് തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യത്തില്ല. ആ ഒരു ദൈവത്തെ നമ്മുടെ മനസ്സിൽ ഉറപ്പ് വേണം. അവൻ എൻ്റെ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം. അതായത് ന്യായമായിട്ട് ഒരു കേസ് കൊടുത്താൽ ആ ന്യായാധിപതി തന്നെ അല്ലെങ്കിൽ ജഡ്ജ് തന്നെ കാശെടുത്തെങ്കിൽ തീർന്നില്ലേ. അപ്പം നമുക്ക് ന്യായം ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കണം. അവൻ്റെ പ്രവൃത്തികൾ അത്യുത്തമം, അവൻ്റെ വഴികളെല്ലാം ന്യായം തന്നെ. എന്നിട്ട് പറയുന്ന അവൻ വിശ്വസ്തതയുള്ള ദൈവമാണ്, വ്യാജമില്ലാത്തവൻ. ഈസ് ജസ്റ്റ് ആൻഡ് റൈറ്റ്, ജസ്റ്റ് ആൻഡ് റൈറ്റ് ഹി ഈസ്. വിശ്വസ്തതയാണ് അവൻ്റെ വിശ്വസ്തത, അവൻ്റെ മേലെഴുത്താണെന്ന് ഓർക്കണം. ഈ ദൈവത്തിന് അവിശ്വസ്തതയില്ല. അതൊക്കെ അടുത്തറിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. നീതിയും നേരുമുള്ളവൻ. അപ്പം ജീസസ് ഈസ് മൈ റോക്ക്, ഹിസ് വർക്ക്സ് ആർ പെർഫെക്റ്റ്, ഹിസ് വേസ് ആർ ജസ്റ്റ് ആൻഡ് ട്രൂത്ത്. ദർ ഇസ് നോ ഇനിക്വിറ്റി ഇൻ ഹിം. ആൻഡ് ദെൻ whatever he does, they are just and truth.
അപ്പം ജസ്റ്റ് ആൻഡ് ട്രൂത്ത് ഈസ് ഹീ. അപ്പം ദൈവം നമുക്ക് ന്യായമായിട്ട് ചെയ്തു തരുന്ന ഒരു ദൈവമാണെന്ന് എനിക്ക് ഉറപ്പുണ്ടേ എങ്കിൽ എനിക്കൊരു പ്രയാസം വരുമ്പം, കണ്ടിട്ടുണ്ടോ ദൈവത്തെ വിശ്വസിക്കുന്ന നല്ല പ്രായമുള്ള അമ്മച്ചിമാരുള്ള വീടുകളിലറിയാം, ഏതെങ്കിലും പ്രയാസം വരുമ്പോൾ അവർ ഓടും അവരുടെ പ്രെയർ റൂമിനകത്തോട്ട്. മിക്കപ്പോഴും ബെഡ്റൂമിലായിട്ടായിരിക്കും. അവർ വാതിലടച്ചു കഴിഞ്ഞാൽ ആരും അവരെ ശല്യപ്പെടുത്തത്തില്ല. കാരണം അവർ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. അവരകത്ത് അവരിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പുറത്തുള്ള അപ്പച്ചനോ അല്ലെങ്കിൽ മകനോ അതിന് വേണ്ട ഉപദേശം ദൈവം കൊടുത്തിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരാളെങ്കിലും ദൈവത്തോട് ഒരു കുടുംബത്തിൽ എപ്പോഴും ഇങ്ങനെ സംസർഗമുള്ളവരായിരിക്കണം. എല്ലാവർക്കും ആ വിളിയില്ല. പ്രായം കുറഞ്ഞവർ ചിലപ്പം ബിസി ആയിരിക്കും. പക്ഷെ പ്രായമുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് സമയം കളയുമ്പം നമ്മൾ ഓർക്കണം, നമ്മുടെ അടുത്ത തലമുറകളുടെ അവരുടെ അനുഗ്രഹമാണ് നമ്മൾ തടസ്സപ്പെടുത്തുന്നത്, മുൻ തലമുറകൾ. അപ്പം ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ എന്ന് ചോദിച്ചാൽ, ഉറപ്പുള്ള പാറ തന്നെ വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണത്തക്ക വിധത്തിൽ നമ്മുടെ പ്രാർത്ഥന ഉയരണം. അതാണ് വിടുതൽ വരത്തുള്ളൂ. അല്ലാതെ ഒരാൾ പോയി നമ്മൾ വേറൊരാൾ ചെന്ന് പ്രാർത്ഥിച്ചു, കൈവച്ച് പ്രാർത്ഥിച്ചു, രോഗസൗഖ്യം കിട്ടിയെന്ന് പറയും. പലർക്കും രോഗസൗഖ്യം കിട്ടിയെങ്കിലും മനസ്സുകൊണ്ട് അവർ രോഗസൗഖ്യത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിക്കുന്നില്ല. ആ നേരത്തേക്ക് അല്പനേരത്തേക്കുള്ള ഒരു അവകാശം കിട്ടുന്നതെന്നല്ലാതെ നിത്യമായ രക്ഷ അതുകൊണ്ട് വരുന്നില്ല. അപ്പം ഡെലിവറൻസ് എന്ന് പറയുന്നത് നിത്യമായ വിടുതൽ കിട്ടണമെങ്കിൽ എൻ്റെ പാറയാകുന്ന ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് പോകണം. അപ്പം നമ്മൾ ഉൽപ്പത്തിയിലോട്ട് പോകുമ്പോൾ ഈ ആദ്യ പുസ്തകം തുടങ്ങുമ്പം തന്നെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. അപ്പം ഭൂമി പാഴും ശൂന്യവുമെന്ന് ഉൽപ്പത്തിയിൽ എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം, ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതായിരുന്നു. പക്ഷെ പാപം വന്നതോട് ലൂസിഫറിനെ വെട്ടേറ്റ ലൂസിഫർ ഭൂമിയിലേക്ക് വീണതിനാൽ ഭൂമിയിൽ ഇരുട്ടായി. ആ ഇരുട്ടുള്ള ഭൂമിയെ മനുഷ്യനെ കൊണ്ട് വീണ്ടെടുപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യ സൃഷ്ടി ഇവിടെ ഉണ്ടാക്കിയെന്ന് ഓർക്കണം. നമുക്കൊരു ജോലിയുണ്ട്, സ്വന്തം കഴിവല്ല, ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഭൂമി പാഴും ശൂന്യമായിട്ടിരിക്കുന്നിടത്ത് വെള്ളമുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തനം ചെയ്യുകയാണ്. അപ്പോൾ പരിവർത്തനം ചെയ്യുക എന്ന് പറയുമ്പം വെള്ളം ഇങ്ങനെ അനങ്ങിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് ഹോവർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ വെള്ളത്തിൻ്റെ മേൽ ഈ ആത്മാവ് ഇങ്ങനെ പരിവർത്തിച്ചു കൊണ്ടിരുന്നിട്ട് ഒരു സമയമായപ്പോൾ ദൈവാത്മാവ് പറയുന്നു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വെളിച്ചമുണ്ടായി. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പാപത്തിനടിമയായിട്ട്, അതായത് നമ്മൾക്ക് തന്ന ഭൂമി നമ്മൾ പിശാചിന് വിറ്റ് കളഞ്ഞു. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പം പാപലോകമെന്നാണ് പറയുന്നത്. അത് പിശാച് പറഞ്ഞ് ഈ ലോകത്തിൻ്റെ പ്രഭു അവനാണെന്ന് പറയുന്നു. കാരണം നമ്മൾ വിറ്റുകൊടുത്തുകൊണ്ട് നമുക്ക് ശരിയായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടല്ലോ. ഈ ബുദ്ധിഹീനത നമുക്കാണുള്ളത്, പിശാചിനല്ല. അവനെ മാറാമെന്ന് പറയുമ്പോൾ മാറും, പക്ഷെ നമ്മൾ ചൊവ്വാണ്. അപ്പോൾ ഈ നമ്മുടെ ബുദ്ധിയും മണ്ഡലം, നമ്മുടെ ബ്രെയിനിൻ്റെ മുകളിൽ ഇരുട്ടാണ് നിൽക്കുന്നത് എങ്കിൽ നമുക്ക് ഒരു ഗുണവുമില്ല. ഈ ഇരുട്ടിൻ്റെ മുകളിലും ഇരുട്ടിൽ നടക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ തലയ്ക്ക് മുഴുവൻ ഹോവർ ചെയ്യുക അല്ലെങ്കിൽ പരിവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പരിവർത്തനം ചെയ്തുകൊണ്ടേ ഇരുന്നിട്ട് ഒരു ദിവസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയും വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ നമുക്കതിന് ഒരു വെളിച്ചം കിട്ടും. കണ്ട് നമ്മളൊരു വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഒരു ഉത്തരവും ഇല്ല. ഞങ്ങൾ കഴിഞ്ഞ 2 മാസമായിട്ട് അമേരിക്കയിലായിരുന്നു. അമേരിക്കയിൽ പോയി പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അവിടെ ചെന്ന് ചിലർക്ക് ശുശ്രൂഷയും ചെയ്യും, പക്ഷേ മെയിൻലി കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെയാണ് സമയം ചെയ്തത്. പക്ഷെ പല കാര്യങ്ങളും നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് അവരുടെ സിസ്റ്റം അറിയത്തില്ല, അവരുടെ കൾച്ചർ അറിഞ്ഞുകൂടാ, അവരുടെ വിശ്വാസം ഏത് തരത്തിലാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ആ ഒരു തലത്തിൽ നമ്മൾ ചെല്ലുമ്പം നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ് ചെല്ലുന്നത് എങ്കിൽ അവിടെ ഒരു വെളിച്ചം പകരാൻ സാധിക്കും. ആ വെളിച്ചത്തിലേക്ക് പകരാൻ വേണ്ടി നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഹോവർ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ പരിവർത്തനം ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രാർത്ഥനയാണ്. പിന്നെ എന്നും പറഞ്ഞാൽ ഇരുന്നല്ല, രാവിലെ കുറച്ച് നേരം പ്രാർത്ഥിക്കും, പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ ആത്മാവ് ദൈവത്തോട് ഇങ്ങനെ ബന്ധമാണ്. പിന്നെ ഒരു ദിവസം 1-2 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരുന്ന് കഴിയുമ്പം ആ വീട്ടിലേക്ക് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അവിടെ ഒരു പരിവർത്തനം വരും. പിന്നെയാണ് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഏത് വിഷയത്തിന്മേലാണ് അവർ വിഷമിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു വ്യത്യാസം വരും, സംശയമില്ല. ഞാൻ അമേരിക്കയിലായിരുന്നപ്പം വളരെ പ്രായമുള്ള ഒരു പാസ്റ്റർ തന്നെ എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ അദ്ദേഹത്തിന്
എൻ്റെ മരുമോന് ഒത്തിരി നന്മ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് കൃപയുണ്ടല്ലോ എന്ന് അറിഞ്ഞിട്ട് ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനോട് സംസാരിക്കുന്നതിന് മുൻപ് നീ എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചിരിക്കണം, ഞാൻ കേൾക്കാം, ബാക്കി പരിശുദ്ധാത്മാവിനും. ആ മനുഷ്യൻ കുറഞ്ഞതൊരു 50 വയസ്സ് കാണും. ആ മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്ന് സംസാരിച്ചു കഴിഞ്ഞ് സംസാരിക്കുന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് സൂയിസൈഡ് സ്പിരിറ്റിലാണ് നിൽക്കുന്നത്. എപ്പം ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒരു ചിന്തയിലാണ് നിൽക്കുന്നത്. ആ മനുഷ്യൻ എന്നോട് പറയുന്നത്, എൻ്റെ അപ്പൻ ഈ പ്രായത്തിൽ മരിച്ചു, ഞാനും ഈ പ്രായത്തിൽ ആത്മഹത്യ ചെയ്യും. എന്തൊരു ധൈര്യത്തിലാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, അതെന്ത്? അപ്പൻ ചെയ്തതായിട്ടുള്ള ആ പാപം, അതായത് ആത്മഹത്യ ചെയ്തത്, അതേ പ്രായമായപ്പോൾ മനുഷ്യനിൽ വരുമെന്നുള്ളത്, മകനിൽ വരുമെന്നുള്ളത് ഒരു ലീഗൽ റൈറ്റ് പിശാചിൻ നമുക്ക് മേൽ എടുക്കുന്നതാണ്. പക്ഷെ നമുക്കത് ബ്രേക്ക് ചെയ്യാനൊക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈ ദുഷ്ടബാധയിലുള്ള ബന്ധം, അതായത് നമ്മളതിനെ വചനം കൊണ്ട് വെട്ടിമാറ്റുന്നു എന്ന് പറയുമ്പോൾ അത് മാറിപ്പോകും. അത് പറയാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തോന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. അപ്പം തലമുറയായിട്ട് വരുന്ന ബന്ധനങ്ങൾ അഴിക്കണമെങ്കിൽ വചനം പരിശുദ്ധാത്മാവ് ഹൊവർ ചെയ്തിട്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പരിവർത്തനം ചെയ്ത് കഴിയുമ്പോൾ ഒരു സമയമാകുമ്പോൾ ആത്മാവ് നമ്മളോട് പറയും, പറ, ധൈര്യമായിട്ട് പറ, ആ ബന്ധം അല്ലെ ആ ബന്ധനം ഞാൻ അഴിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ അത് അഴിഞ്ഞു പോകും. അത്രയേ ഉള്ളൂ. അതിനകത്ത് വലിയ നമ്മൾ മാജിക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം വചനം പറയുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഇരുട്ടിലല്ലേ, ഇരുട്ടിലേക്കാണ് ഞാൻ വെളിച്ചം വീശുന്നത് എങ്കിൽ വെളിച്ചത്ത് ഇരുട്ടിലല്ലേ കള്ളൻ ഇരിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ വെളിച്ചമാകുന്നു. ഭൂമിയിൽ അവൻ വെളിച്ചമായിട്ടാണ് വന്നത്. ആ വെളിച്ചം വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഏരിയയിലും തൊടുമ്പോഴാണ് വിടുതൽ ഉണ്ടാകുന്നത്. ഓരോ ആവശ്യത്തിനുള്ള ഈ വേദപുസ്തകം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളെയും കവർ ചെയ്യുന്ന ഉത്തരങ്ങൾ തരുന്നുണ്ട്. ആത്മാവ് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വചനം കാണാതെ പഠിച്ച് ആവനാഴിയിൽ നിറച്ചിരിക്കണം. തക്ക സമയത്ത് നമ്മൾ അതെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ഉള്ളിൽ വെച്ചിരിക്കുന്ന വചനങ്ങളാണ് പൊങ്ങി വരുന്നത്. അല്ലാതെ ചിലപ്പം ദൈവം പ്രവർത്തിക്കും. പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടൈം അവൻ്റെ ഭക്ഷണമില്ലാത്തവർ, അവൻ ഭക്ഷണം കഴിക്കാതെ ക്ഷീണിച്ചിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് ലോങ്കർ ടൈം. അപ്പോൾ ഒരു വിടുതലിൻ്റെ ആത്മാവ് ലഭിക്കണമെങ്കിൽ ഉൽപ്പത്തിയിൽ 1:2 പറയുന്നത് പോലെ പാഴും ശൂന്യമായി കിടക്കുന്നതിനെ പണിതെടുക്കണമെങ്കിൽ അതിൻ്റെ മേലൊരു ദൈവപ്രവർത്തനം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, നിന്നെ പാഴും ശൂന്യമായ അവസ്ഥയിൽ നിന്നും എനിക്ക് പ്രയോജനമുള്ള പാത്രമാക്കി മാറ്റുവാൻ തക്കവണ്ണം എൻ്റെ വചനം കൊണ്ട് നീ നിറയ്ക്കാൻ തക്കവണ്ണമുള്ള ആഗ്രഹം ആദ്യം ഇട്ട് തരും. ദൈവത്തിൻ്റെ വചനം വായിക്കണമെങ്കിലും ആഗ്രഹം ഇട്ട് തരണം. എൻ്റെ കൂടെയുള്ള പ്രാർത്ഥിക്കുന്ന ചില പിള്ളേർ പറയും, വചനം ഒരു തരത്തിൽ എടുത്ത് വായിക്കാം. അപ്പം ഞാൻ ചോദിച്ചു, നീ പിന്നെ എന്തോന്നീ കേൾക്കുന്നത്? നമ്മൾ വചനം പഠിപ്പിക്കുക, പകുതി കാര്യം അവരുടെ തലയിൽ കയറത്തില്ല, അല്ലെങ്കിൽ ഒരു 2% മാത്രമേ കയറത്തുള്ളൂ. കാരണം എന്താ? ആത്മാവിൻ്റെ മന്ദത. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു കുറവുണ്ട് എന്നൊരു വെളിപ്പെടുത്തി തരുമ്പോൾ നമുക്ക് പറയാം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വചനം കേൾക്കുന്നതിനുള്ള ബന്ധനം അഴിയട്ടെ എന്ന് പറയുമ്പോൾ അത് അഴിയും. അത്രയേ ഉള്ളൂ. അത് അഴിച്ചു കൊടുക്കാനുള്ള കൃപ നമുക്കുണ്ട്, അല്ലെ ബലമുണ്ട്, അല്ലെങ്കിൽ വരമുണ്ട്. ആ വരം വെച്ച് നമ്മൾ ഉപയോഗിക്കണം. പ്രായം ചെന്നവരാണ് ഒരു വീട്ടിലെ പ്രശ്നത്തിന് ഈ പ്രായം ചെന്നെന്ന് പറയുമ്പോൾ വചനം അറിയാവുന്നവരായിരിക്കണം. പ്രായം ചെന്നവർക്ക് അടുത്ത തലമുറയിലേക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുവാനും അവരുടെ ബന്ധനങ്ങൾ അഴിക്കുവാനും അവകാശമുണ്ട്. അത് പരിശുദ്ധാത്മാവ് നമുക്ക് ദുർമനസാക്ഷി മാറ്റി വിശുദ്ധ ഹൃദയം, പരമാർത്ഥ ഹൃദയം തന്ന് നമ്മളെ ആക്കി വച്ചിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ ഏതൊരു പ്രശ്നത്തിനും വെളിച്ചമായിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു വിടുതൽ ദൈവം തരുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ആത്മാവിൻ്റെ വെളിച്ചത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. സത്യവെളിച്ചം ഞങ്ങൾക്ക് ജീവനെ തരുന്നു. സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന് വചനം പറയുന്നു. അപ്പോൾ ഈ നുകം, അമിക്കയർ, അതുപോലെ ഈ ബന്ധനം, കർത്താവ് ഈ നുകത്തിൻ്റെ ഭാരം കൊണ്ട് മനുഷ്യന് നിവർന്നു നടക്കാൻ വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ നിൻ്റെ വചനം അയച്ചിട്ട് പരിശുദ്ധാത്മാവ് അതിന്മേൽ പരിവർത്തനം ചെയ്തുകൊണ്ടേയിരുന്നിട്ട് ഈ ദിവസങ്ങളിൽ ഒരു വിടുതലിൻ്റെ ആത്മാവും കൂടെ അയക്കുകയാണ്. എഴുന്നേറ്റു പ്രകാശിക്ക, നിൻ്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നു. ചുറ്റുപാടും കൂരിരുളാണ്, എന്നാൽ നിൻ്റെ മേലോ എൻ്റെ ആത്മാവിനെ അയക്കുന്നു എന്ന് പറയുന്ന വചനം അയക്കുകയാണ് കർത്താവ്.
വിടുതലിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് തന്നെ കണ്ടറിഞ്ഞ് ഓരോ വ്യക്തിക്കും വേണ്ടതായിട്ടുള്ള വെളിച്ചം അയക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ദുഷ്ടനെ അടിച്ചു മാറ്റി പുറത്തു കളഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ ജീവവചനവും കൊണ്ടും ദൈവത്തിൻ്റെ ജീവൻ്റെ വെള്ളം കൊണ്ടും ഓരോ വ്യക്തിയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം വായിക്കുവാനുള്ള ആഗ്രഹം നീ ഇട്ടുകൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ക്രിസ്തുവാണെന്നും ക്രിസ്തു വചനമാണെന്നും ഞങ്ങളെ പഠിപ്പിക്കുന്നു എങ്കിൽ വചനം ദൈവം തന്നെയാകയാൽ അത് ഭക്ഷിക്കുവാനുള്ള ആഗ്രഹം ഇട്ട് തരണമേ. അത് ഭക്ഷിച്ച് പുഷ്ടി പിടിച്ചിട്ട് ദൈവമേ, ഞങ്ങൾ ഈ ലോകത്തിൽ മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് നന്മ ഉള്ളവരാകാനും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരുമാക്കി തീർക്കുവാൻ നീ ഇടയാക്കണമേ. ദൈവനാമം മഹത്വപ്പെടട്ടെ. തലമുറമേൽ ഈ അനുഗ്രഹം പാസ് ചെയ്യട്ടെ കർത്താവേ. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലിൻ്റെ ആത്മാവിനെ അയച്ചു കൊടുക്കുന്നു അപ്പച്ച. അനേക കുടുംബങ്ങളിലേക്ക് ഇത് വിടുതലായി മാറട്ടെ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുന്ന അമ്മമാർക്ക്, അവരുടെ മക്കളെക്കുറിച്ച് വേദനിക്കുന്നവർക്ക് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഇരുട്ടത്തിരിക്കുന്ന മക്കൾ തിരിച്ചു വരട്ടെ. പക്ഷെ ഇരുട്ടത്ത് നടക്കുന്നവരെന്തെന്നറിയാതെ ഉഴഞ്ഞ് നടക്കുന്ന മക്കളെ നീ തന്നെ കൈക്ക് പിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയോട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.